നമുക്ക് അരിപ്പത്തിരി ഉണ്ടാക്കാം. അരിപ്പത്തിരിക്ക് വേണ്ടി ഒരു ഗ്ലാസ് പൊടി എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ചേർക്കാം. അപ്പം ഞാനിവിടെ കഴുകി വാരി പൊടിപ്പിക്കുന്ന പൊടിയാണ് ഇത്. അരി കഴുകി വാരി പൊടിപ്പിച്ചെടുത്ത പൊടിയാണ്. അപ്പം നിങ്ങൾ മേടിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കേണ്ടി വരും കേട്ടോ, വെള്ളം വേറെ. നമുക്ക് ഈ പൊടിയൊന്ന് ചേർത്ത് കൊടുത്തേക്കാം. പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് തിളച്ചോട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ എടുത്തേക്കുന്ന പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ. മേടിക്കുന്ന പൊടിയാകുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അതിൻ്റെ അളവ് എങ്ങനെയാണ് എന്നൊക്കെ. നിങ്ങൾ പൊടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ടൊക്കെ വേണം നമ്മൾ പത്തിരിക്ക് കുഴച്ച് എടുക്കാനായിട്ട്. അപ്പോൾ കയ്യിലിൻ്റെ താഴ്ഭാഗം കൊണ്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടി നമ്മളിപ്പോൾ വാട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉഴുന്നരക്കുന്ന ഗ്രൈൻഡറിൽ ഇതുപോലെ മാവൊക്കെ കുഴക്കാൻ വേണ്ടി ഒരു ഇതും കൂടി വരുന്നുണ്ട് കേട്ടോ. കേട്ടോ, അപ്പോൾ അതിലേക്കാണ് ഉഴുന്നരക്കണ ഗ്രൈൻഡറിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ പത്തിരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഗ്രൈൻഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി തന്നെ ഇട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുത്തേക്കാം. പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്രൈൻഡർ ഒന്ന് ഓണാക്കിയേക്കാം. ഇടയ്ക്കൊന്ന് കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ തിളച്ചു കൊടുക്കണം. ഗ്രൈൻഡറിൽ ഇപ്പോൾ പത്തിരിപ്പൊടി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം. ഗ്രൈൻഡറിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് കുഴക്കണ പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൽ കണ്ടോ, ഗ്രൈൻഡർ തന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് തന്നേക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ കുഴച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം ഞാനൊന്ന് ഉണ്ടാക്കി കഴിയട്ടെ. കുറച്ച് പത്തിരി ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പത്തിരി പ്രസ്സിൽ പത്തിരി ഉണ്ടാക്കുന്ന സമയം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ഷീറ്റ് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് അടുത്തൊരു ഷീറ്റും കൂടി മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പത്തിരിയിൽ പ്രസ്സിൽ ഒട്ടും മുട്ടൂല കേട്ടോ. എണ്ണയൊന്നും തൊടണ്ട. പ്ലാസ്റ്റിക്കിൽ നിന്ന് നന്നായി വിട്ടുപോരുകയും ചെയ്യും. പത്തിരിയുടെ സൈഡൊക്കെ നമ്മൾ ഗ്രൈൻഡറിൽ കുഴച്ചെടുത്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു ഭാഗം മാത്രം പത്തിരി മുക്കി കൊടുത്താൽ മതി. 2 ഭാഗവും മുക്കണ്ട കേട്ടോ. 2 ഭാഗവും മുക്കുമ്പോഴാണ് പുകയണത് പത്തിരി. അപ്പോൾ ഒരു ഭാഗം ആയി കഴിയുമ്പോൾ കുഴപ്പമില്ല.
പൊടിയിൽ മുക്കാതെ നേരെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിലോട്ട് പ്രസ്സിലേക്ക് പത്തിരി വെച്ചിട്ട് വേറൊരു ഷീറ്റ് കൂടി വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായി പ്രസ് ചെയ്യാം. 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഉണ്ടോ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ പത്തിരി. പ്രസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ പൊടിയിൽ നിന്നെടുത്ത് അതൊന്ന് മാറ്റി വെച്ചേക്കാം. പത്തിരിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും തന്നെ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പത്തിരി ഇട്ട് തുടങ്ങാം. ചുറ്റും ഇങ്ങനെ നടുക്കൊരെണ്ണം വെച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ആവി ഉണ്ടോ ആ പറ്റുണ്ടോ ആവി. നമുക്ക് പത്തിരി ഒന്ന് മറിച്ചിടാം. നിങ്ങൾ എവിടെ നിന്നാണോ ഇട്ട് തുടങ്ങിയത് അവിടുന്ന് തന്നെ മറിച്ച് തുടങ്ങാം. നമ്മൾ ചുട്ടെടുത്ത പത്തിരി തേങ്ങാപ്പാലിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. തേങ്ങാപ്പാലിൽ ഉപ്പിട്ട് കുറച്ച് സമയം ഒന്ന് ഇരിക്കട്ടെ. മുക്കി വെച്ചേക്കാം. ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഈ ബസ്തി പ്ലേറ്റ്? പണ്ടുള്ളതാട്ടോ ഈ പ്ലേറ്റ്. കേട്ടോ ഒന്ന് പത്തിരി കുതിരണം കേട്ടോ. പത്തിരി തേങ്ങാപ്പാൽ കൂട്ടി കഴിച്ചാലാണ് ടേസ്റ്റ് കേട്ടോ. തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് അതില്ലാതെയും കഴിക്കാം. പക്ഷെ ടേസ്റ്റ് പത്തിരിക്ക് തേങ്ങാപ്പാൽ തന്നെ വേണം. പത്തിരി നമുക്ക് എടുത്ത് വെക്കാം. കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുട്ടക്കറി എടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഈ മുട്ടക്കറിക്ക്. അധികം തേങ്ങ വറുത്തെടുക്കരുത്. ഒരു വെളിച്ചെണ്ണയുടെ മണം വരുന്ന പരുവത്തിന് തേങ്ങയുടെ വറുക്കൽ നിർത്തണം കേട്ടോ. ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് പത്തിരി മുട്ടക്കറിയാണ് കേട്ടോ.